ഇതിന് തൊട്ട് മുമ്പിട്ടൊരു ആക്സിഡന്റ് ഉണ്ടായി. കാറ് ടോട്ടൽ ലോസ് ആകുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ് പ്രപഞ്ചത്തെ അറിയുന്ന ഗുരുജിക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയാതെ പോകുന്നത്? വാൽമീകി മഹർഷി 12,000 വർഷം തപസ് ചെയ്ത പുണ്യഭൂമി അവിടെയാണ്. സീതയും രാമനും ലക്ഷ്മണനും ഹനുമാനും ഒക്കെ സൃഷ്ടി നടത്തിയ കൈകൾ കൊണ്ടാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിയും സീതാദേവിയും ഒന്നും അവിടെ ചുമ്മാ വന്നതല്ല. ഇറങ്ങി തിരിച്ചപ്പോൾ ആദ്യം കണ്ട നിമിത്തം അവിടെ ഒരു ദുർമരണമാണ്. ദുരാത്മാക്കൾ സ്വസ്ഥമായിട്ട് വിളയാടുന്ന ഭൂമിയിലേക്കാണ് സമൂഹത്തിൻ്റെയും ലോക നന്മയ്ക്കും വേണ്ടിയിട്ട് ഒരു ആശ്രമം സൃഷ്ടിക്കാൻ വേണ്ടി അവിടെ ചെല്ലണം. നമ്മൾ അറിയാതെ നമ്മുടെ എന്തോ ഒരു നിഴൽ ഇങ്ങനെ സൈഡിൽ കൂടെ വരുന്ന പോലെ തോന്നുന്നു. പക്ഷെ ഒരു നിഴലിനെ നമ്മൾ ശ്രദ്ധിക്കില്ല. ആ എടുക്കുന്ന സമയത്തിനുള്ളിൽ ഈ നിഴലിൻ്റെ രൂപത്തിൻ്റെ രീതിയൊക്കെ മാറുകയാണ്. നമ്മുടെ മുഖം ഇങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി, അതായത് നമ്മുടെ സൂക്ഷ്മ ശരീരം ആസ്ട്രൽ ബോഡി നമ്മളെ പിടിച്ചിങ്ങനെ തിരിക്കുകയാണ്. അതിനെ കണ്ടോടെ നമ്മളിങ്ങനെ ശരിക്കും ആ വലിച്ചുകൊണ്ട് പോയ വണ്ടി താഴേക്ക് ചെന്നേച്ചൊരു അത്ഭുത ദൃശ്യമാണ്. നമുക്കത് റെക്കോർഡ് ചെയ്ത് നമ്മുടെ കയ്യിലില്ല, നമുക്ക് കാണിക്കാൻ പറ്റില്ല. അത്രയും വലിയ അപകടം ഉണ്ടായ ഒരാൾ ഇങ്ങനെ ഇരിക്കും. 9-ാം തീയതി സംഭവിച്ച മക്കൾ വണ്ടിയിലുണ്ടായിരുന്നു, ഗുരുമയും വണ്ടിയിലുണ്ടായിരുന്നു. ഗുരുമയുടെ ഷോൾഡർ ബോണിന് ബ്രേക്ക് സംഭവിച്ചു, 2 എല്ലുകൾ ഇരുന്നത്. ഒരു ഓപ്പറേഷനും ഇല്ല, ഒരു ഇഞ്ചക്ഷൻ പോലും എടുത്തില്ല. അതാണ് അടുത്ത അത്ഭുതം. ഗുരുജിയുടെയും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാസ്തുവിൻ്റെയും ആവശ്യമില്ല, സ്വയം ഉയർന്നുകൊള്ളും എന്ന് പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടിരുന്നു. പക്ഷേ അങ്ങനെയുള്ളൊരു തസ്മൈ ഗുരുജി എന്തിനാണ് ഇത്തരത്തിലൊരു ആശ്രമം കിട്ടുമ്പോൾ വാസ്തു പ്രകാരമായിട്ടുള്ള പൂജകൾ ചെയ്യുന്നത്? ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട തസ്മൈ ഗുരുജിയാണ്. ഗുരുജി നമസ്തേ. നമസ്തേ ഗുരുജി, എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വേളയിൽ തന്നെ അങ്ങ് പറഞ്ഞൊരു കാര്യത്തെ പറ്റിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, പ്രപഞ്ചം തന്നെ കൈവെള്ളയിലാണ് എന്ന് പലതവണയും ഗുരുജി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് മുൻകൂട്ടി കാണാൻ കഴിയുമെന്ന് പലപ്പോഴും ഗുരുജി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗുരുജിയുടെയൊക്കെ ഇതിന് തൊട്ട് മുമ്പിട്ടൊരു ആക്സിഡന്റ് ഉണ്ടായി. കാറ് ടോട്ടൽ ലോസ് ആകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇവിടേക്ക് വരുന്നൊരു സമയത്ത് വീണ്ടും ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്നിപ്പോൾ ഗുരുജി പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് പ്രപഞ്ചത്തെ അറിയുന്ന ഗുരുജിക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയാതെ പോകുന്നത്? ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം ഒന്ന് തിരുത്തി പറയട്ടെ. എനിക്ക് പ്രപഞ്ചം കൈവെള്ളയിലല്ല, പ്രപഞ്ചം നമ്മളെ കൈവെള്ളയിലാണ് കൊണ്ടു നടക്കുന്നതെന്നാണ് എപ്പോഴും പറയാറുള്ളത്. നമ്മളെപ്പോഴും പ്രപഞ്ചം ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടു നടക്കുകയാണ്. ഈ അപകടത്തിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തേനീച്ചക്കൂട്ടിലേക്ക് കല്ലെടുത്ത് എറിഞ്ഞാൽ ഒബിയസ്ലി തേനീച്ചകൾ നമ്മളെ കടിക്കാൻ വരും, ഇല്ലേ? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വയനാട്ടിൽ പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വർഷങ്ങളായിട്ട് ഒരാളനക്കം പോലും, അതായത് ഒരു ധർമ്മത്തിൻ്റെ പ്രവൃത്തി പോലും ഇല്ലാതെ കിടക്കുന്ന ഒരു ഭൂമിയിലേക്കാണ് നമ്മൾ ചെന്നിരിക്കുന്നത്. ആ ഭൂമി എന്ന് പറയുന്നത് എത്രമാത്രം പുണ്യമായിട്ട് കിടന്ന ഭൂമിയാണെന്നുള്ളത് നമ്മളിൽ പലർക്കും അറിയില്ല. അതുകൊണ്ട് അതുകൂടി പറയേണ്ടി വരും. വാൽമീകി മഹർഷി 12,000 വർഷം തപസ് ചെയ്ത പുണ്യഭൂമി അവിടെയാണ്. സീതയും രാമനും ലക്ഷ്മണനും ഹനുമാനും ഒക്കെ സൃഷ്ടി നടത്തിയ കൈകൾ കൊണ്ടാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിയും സീതാദേവിയും ഒന്നും അവിടെ ചുമ്മാ വന്നതല്ല. സീതയും രാമനും തമ്മിലുള്ള അവരുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് ഭാവി ജീവിതം ആശ്രമത്തിലേക്ക് മാറ്റാമെന്ന് തീരുമാനിച്ചതും ആ പുണ്യഭൂമിയിലേക്ക് അവർ പറിച്ചു നടപ്പെട്ടതും. അവരുടെ കാവലിന് വേണ്ടിയിട്ട് അവിടെ താമസിച്ചിരുന്ന ഭഗവാനാണ് നമ്മുടെ ഹനുമാൻ സ്വാമി. അപ്പം ഇവരുടെ എല്ലാം എന്താ പറയുന്നത്, ഈ ശബ്ദവും അല്ലെങ്കിൽ അവരുടെ ആ ആത്മാവും എല്ലാം അലയടിക്കുന്ന അത്രയും മനോഹരമായ ഭൂമിക്ക് ആരും ഒരു പ്രാധാന്യവും നൽകാതെ അവിടെ മുഴുവൻ അധർമ്മം വിളയാടി നടക്കാറുണ്ട്. ഒന്നും ഇല്ല എന്ന് പറയാനുള്ള അവിടെ ഒരു ക്ഷേത്രമുണ്ട്, വാൽമീകി ക്ഷേത്രമുണ്ട്. താഴെ ഒരു വാൽമീകി മഹർഷി തപസ് ചെയ്ത ഒരു ഗുഹയുണ്ട്, ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമുണ്ട്. അവിടെ ഒന്നും ഒരു നിഷ്ഠയോടെയുള്ള പ്രവൃത്തികളൊന്നും അല്ല അവിടെ പോണത്. നമ്മളവിടെ സ്ഥലം ഏറ്റെടുത്ത് ആ പ്രദേശത്ത് ഒരു ആശ്രമം തുടങ്ങാൻ, തസ്മൈ വാൽമീകി ആശ്രമം തുടങ്ങാൻ പ്ലാൻ ചെയ്തപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ ഈ താമ്പൂല പ്രശ്നം പോലത്തെ പ്രശ്നമല്ലേ, നമ്മുടെ ധ്യാനത്തിൽ കണ്ടതനുസരിച്ച് നമുക്കവിടെ ചില പ്രവർത്തികൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ പ്രവൃത്തിക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചപ്പോൾ ആദ്യം കണ്ട നിമിത്തം അവിടെ ഒരു ദുർമരണമാണ്. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് അതിൻ്റെ വഴിയൊന്ന് തിരിച്ചു വിട്ട് മറ്റ് ചില പൂജകളും കാര്യങ്ങളും നടത്തി ഒരു തേങ്ങ കെട്ടി 41 ദിവസം വ്രതം നോക്കുകയാണ് ചെയ്തു. പക്ഷേ ആ മരണം നമുക്ക് ഒഴിവാക്കാൻ പറ്റിയില്ല.
നമ്മളവിടെ വാത്മീകി മഹർഷിയുടെ അവിടെ പോയി അനുവാദം വാങ്ങി സീതാദേവിയുടെ അടുത്ത് പോയി അവിടെ നിന്നും പെർമിഷൻ മേടിച്ച് ഹനുമാൻ ഭഗവാന്റെയും സീതാദേവിയുടെയും വാത്മീകി മഹർഷിയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹത്തോടെ നമ്മൾ നമ്മുടെ പുണ്യഭൂമിയിൽ ആശ്രമത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം തിരിച്ചെടുത്തു. ആ നമ്മൾ നിശ്ചയിച്ച വാസ്തുപ്രകാരം തിരിച്ച ഭൂമിയിൽ അവിടെ നിൽക്കുന്ന മരങ്ങളോട്, അവിടെ ജീവിച്ചിരിക്കുന്ന ജീവജാലങ്ങളോട്, ആ ഉറുമ്പ് മുതൽ പരുന്തു വരെയുള്ള സകല ജീവജാലങ്ങളോട്, ഭൂതഗണങ്ങളോട്, സസ്യലതാദികളോട് എല്ലാവരോടും നമ്മൾ അനുവാദം മേടിക്കണം. നമ്മൾ സാധാരണഗതിയിൽ സ്ഥലം മേടിച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസിൽ പോകും, വില്ലേജ് ഓഫീസിൽ പോകും, അവരുടെയൊക്കെ പെർമിഷൻ മേടിക്കും, സ്കെച്ചും പ്ലാനും കൊടുത്ത് അപ്രൂവൽ മേടിക്കും. നമ്മൾ ആ ഭൂമിയിൽ നമുക്ക് വേണ്ട വാസസ്ഥലം ഉണ്ടാക്കും. പക്ഷേ ഒരു ആശ്രമം ഉണ്ടാക്കുമ്പോൾ എൻ്റെ അറിവിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയതനുസരിച്ച് നമ്മളവിടെ ഒരു വാസസ്ഥലം നമുക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അവിടെയുള്ള സകല ജീവജാലങ്ങളുടെ അനുവാദം നമ്മൾ മേടിക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ ഒരു മരണം നടക്കുന്നത്? അപ്പോൾ എന്തിനു വേണ്ടി? പറയാം, അങ്ങോട്ടേക്ക് വരാം. നമ്മൾ കാണുന്ന നിമിത്തമാണ് ഇവിടെ ആ ഭാഗത്ത് കാലങ്ങളായിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഒരു മരണം നടന്നേ പറ്റുള്ളൂ. അത് കാലങ്ങളായിട്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വീട്ടിൽ പോയാലും പലതരത്തിലുള്ള ദുർമരണങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അവിടെ മുഴുവൻ കാണാം. ഞാൻ പറയൊന്നും വേണ്ട, വെറുതെ പോയി അന്വേഷിച്ചാൽ മതി. എല്ലാ വീട്ടിലും ഉണ്ടൊരു ദുർമരണം. അപ്പം നമ്മൾ പോയി അവിടെ ഒരു പ്രവൃത്തി തുടങ്ങുമ്പോൾ അതിൻ്റേതായ അവിടെ ഇരിക്കുന്ന ഭൂതഗണങ്ങളെ നമ്മൾ ഒന്നുകിൽ ഒഴിവാക്കണം, അല്ലെങ്കിൽ സദ്ഭാവത്തിലേക്ക് മാറ്റണം. ഒരു കള്ളുകൂടിയെ നമ്മൾക്ക് നന്നാക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ട്. അപ്പോൾ ഭൂമിയിൽ ഒരാൾ സ്വയം മാറണതല്ലാണ്ട് ആരെയും മാറ്റാൻ പറ്റില്ല. ഇവിടെയും അത് തന്നെയാണ്. ദുരാത്മാക്കൾ സ്വസ്ഥമായിട്ട് വിളയാടുന്ന ഭൂമിയിലേക്കാണ് സച്ചിന്തകളുള്ള അല്ലെങ്കിൽ സദാത്മാക്കളെ ഒന്നുകൂടെ ഉണർത്തിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയും ലോക നന്മയ്ക്കും വേണ്ടിയിട്ട് ഒരു ആശ്രമം സൃഷ്ടിക്കാൻ വേണ്ടി അവിടെ ചെല്ലണത്. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഇരിക്കുന്ന ഭൂതഗണങ്ങൾക്ക് നമ്മളോട് വിരോധമല്ല. പക്ഷേ അവരെല്ലാവരും ഒറ്റയ്ക്ക്, അത് ഒരു കള്ളുകൂടിയനെ കൊണ്ട് പറ്റാത്ത കാര്യം പല കള്ളുകൂടിയനും ഒരുമിച്ച് കൂടുമ്പോൾ സംഘടിക്കുമ്പോൾ ശക്തിയാവും അല്ലേ? അതുപോലെ അവർ സംഘടിതരാകും എന്നുള്ളത് എനിക്ക് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവരാൽ ഒരു ദുർമരണം ഉണ്ടാവുമെന്ന് മനസ്സിലായത്. ആ ദുർമരണത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് പതുക്കെ മാറ്റി നിന്നത്. നമ്മൾ അതിന് ശേഷമാണ് ഈ പൂജയും ഈ കർമ്മവും ഈ പ്രവൃത്തികളൊക്കെ ചെയ്യണത്. ഇതൊന്നും നമ്മൾ പുറത്തു പറഞ്ഞ ഒരാളും വിശ്വസിച്ചിട്ടല്ല. പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ അടുത്ത് പറഞ്ഞു. ഇതിന് പോംവഴി എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ 41 ദിവസം വ്രത ശുദ്ധിയോടുകൂടി ഹനുമാൻ സ്വാമിക്ക് അവിടെ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട്, അവിടെ തേങ്ങ കെട്ടി അതിന് ശേഷമേ നമ്മളവിടെ എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ പ്രകാരമായിട്ട് ഞങ്ങളവിടെ തേങ്ങ കെട്ടി ഞങ്ങളുടെ വ്രതശുദ്ധിയോട് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മുഹൂർത്തം നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിലൊരു ദിവസമാണ് ഈ പൂജയ്ക്കുള്ള ദിവസം വന്നത്. അപ്പോൾ നമുക്ക് പൂജയുടെ ദിവസം മാറ്റി വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഗ്രഹണം വരികയാണ്, പിന്നെ മറ്റു പല കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ നമ്മളുടെ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി കണ്ടമാനം ഡിലേ ആയിപ്പോകും. അപ്പോൾ വീണ്ടും ബുദ്ധിമുട്ടുകൾ വരികയുള്ളൂ. അപ്പോൾ ആ ബുദ്ധിമുട്ട് തടയാൻ വേണ്ടി നമ്മൾ പിന്നോട്ടാക്കി വിധിപ്രകാരം വേണ്ട രീതിയിൽ എല്ലാ ചടങ്ങുകളും ചെയ്തു. അത്രയും നല്ല രീതിയിൽ ആ ചടങ്ങ് നടക്കുമ്പോൾ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഭൂമിയോട് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സസ്യലതാദികളുടെ അനുവാദം ചോദിക്കുകയാണ്. അവരോട് അനുവാദം ചോദിച്ച് 7 ദിവസത്തേക്കാണ് ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. 7 ദിവസത്തേക്ക് ആ ഭൂമിയിൽ നമ്മൾ പിന്നെ പ്രവേശിക്കുന്നില്ല. അവിടെയുള്ള ഭൂതഗണങ്ങൾക്കും ജീവജാലങ്ങൾക്കും എല്ലാം സ്വയം മാറിത്തരാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്രേരണ. നമ്മൾ അവരോട് അനുവാദം ചോദിച്ചു, പ്രപഞ്ചത്തോട് അനുവാദം ചോദിച്ചു, അതിനുള്ള പൂജയും നടത്തി. അതിനുശേഷം നമ്മൾ 7 ദിവസം എന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരെയും പറഞ്ഞു കിട്ടി. അപ്പോൾ അവിടെ ഒരു അബദ്ധവും ഒരു പ്രശ്നവും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം എല്ലാവർക്കും കാപ്പ് കെട്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം നടത്തുന്നത്. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ചരട് അഴിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ചെല്ലുന്നവരെ ആ ചരടിന് വാല്യൂ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. അതുകൊണ്ട് 24 മണിക്കൂറേ ആ ചരടിന് വാല്യൂ ഉള്ളൂ. 24 മണിക്കൂറിൽ നിങ്ങളൊക്കെ വീട്ടിൽ ചെന്നോളണം. വീട്ടിൽ ചെന്നാൽ ചരടഴിച്ച് കത്തിച്ച് കളഞ്ഞേക്കണം. ഇതായിരുന്നു നമ്മുടെ നിബന്ധന. എല്ലാവരും അതുപോലെ തന്നെ ചെയ്തു. വീട്ടിൽ ചെന്ന് ചരടഴിച്ചു, അവർ കത്തിച്ചു. മിച്ചം വന്നേക്കുന്നത് ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ ഡ്യൂട്ടിപ്പെട്ടതാണ്. നമ്മളെ സംരക്ഷിക്കാൻ ഇതാണ് ആദ്യം പറഞ്ഞ ഭാഗം. ഞാൻ ഈ തേനീച്ചക്കൂട്ടിലേക്ക് കല്ലെടുത്തെറിഞ്ഞാൽ കടി കൊണ്ടേ പറ്റുള്ളൂ. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എൻ്റെ കൂടെ എൻ്റെ ശിഷ്യഗണങ്ങൾ 4-5 പേര് വണ്ടി ഓടിക്കുന്നവരുണ്ട്. അവരൊക്കെ പറയുകയാണ്, ഗുരുജി ഞങ്ങളും പോരാ. ഗുരുജി ഓടിക്കണ്ട, നിങ്ങൾ ഇത് വേറൊരാളുടെ കൊടുക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ സാധാരണ മറ്റാരെങ്കിലുമാണ് ഓടിക്കാറുള്ളത്. ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അവരാ ഓടിച്ചെങ്കിൽ ഈ പഴി മുഴുവൻ അവർക്കുണ്ടാവില്ലേ? അപ്പം ഞാൻ ഈ പറയുന്നതിന് പിന്നെ ഒരു വാല്യൂ ഇല്ല. അവരുടെ ദുഃഖം നമുക്ക് മാറ്റാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള വാഹനങ്ങൾ നമ്മുടെ പിന്നാലെയുണ്ട്. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഉള്ളുകൊണ്ട് ഇങ്ങനെ വേദനിക്കുകയാണ് ഞാൻ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ.
അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ നമ്മൾ ഈ വണ്ടി ഓടുമ്പോൾ വണ്ടിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു നിഴലൊക്കെ കണ്ടിട്ടില്ലേ, ഇതുപോലെ നമ്മൾ അറിയാതെ നമ്മുടെ എന്തോ ഒരു നിഴൽ ഇങ്ങനെ സൈഡിൽ കൂടെ വരുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഒരു നിഴലിനെ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. ആശ്രമത്തിൽ നിന്ന് ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഇറങ്ങി ഒരു 15 കിലോമീറ്റർ പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് വണ്ടി സ്ലോ ചെയ്ത് അവിടെ നിന്ന് വണ്ടി എടുത്തു. ആ എടുത്ത ശേഷം ആ എടുക്കുന്ന സമയത്തിനുള്ളിൽ ഈ നിഴലിൻ്റെ രൂപത്തിൻ്റെ ആ രീതിയൊക്കെ മാറുകയാണ്, ഒരു ഭീമാകാര രൂപമായിട്ട് മാറുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓടുന്ന വാഹനത്തിനൊപ്പം ഇങ്ങനെ ഇങ്ങനെ അടിച്ചു കയറി വരിക, അത് ആ ഭീകര രൂപം. അപ്പം നമ്മൾ അറിയാതെ ഇങ്ങനെ വണ്ടി ഓടിക്കുകയാണെങ്കിലും നമുക്ക് നോക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. ഒരു 80-90 കിലോമീറ്റർ സ്പീഡേ കാണുള്ളൂ. നമ്മുടെ മുഖം ഇങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി, അതായത് നമ്മുടെ സൂക്ഷ്മ ശരീരം ആസ്ട്രൽ ബോഡി നമ്മളെ പിടിച്ചിങ്ങനെ തിരിക്കുകയാണ്. അതിനെ കണ്ടോടെ നമ്മളിങ്ങനെയാണ് ശരിക്കും ഇങ്ങനെയാണ് ഫ്രീസായിപ്പോയി. ആക്സിലേറ്ററും ബ്രേക്കും തമ്മിൽ എത്ര ദൂരമുണ്ട്, ഇവിടുന്ന് കാലെടുക്കാൻ ഇപ്പുറം ചവിട്ടുക, അത്രേ ഉള്ളൂ. ആക്സിലേറ്റർ ഞാൻ കാലെടുത്തോ ബ്രേക്കേ ചവിട്ടിയോ അത് എൻ്റെ തോന്നലാണ്, രണ്ട് സംഭവിക്കുന്നത്. പക്ഷേ ആക്സിലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ ഫ്രീസായെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രീസായിട്ടിരിക്കുക. ഇതായിരിക്കുന്ന വ്യക്തി എൻ്റെ തൊട്ട് പിന്നാലെ അടുത്ത വണ്ടിയിൽ ഒരു ആശ്രമത്തിൽ തന്നെ. പുള്ളി നോക്കുമ്പോൾ ഈ വണ്ടി ഇതിങ്ങനെ സൈഡിലേക്ക് വലിച്ചുകൊണ്ട് പോവുക. ആ വലിച്ചുകൊണ്ട് പോകണ വണ്ടി ഇങ്ങോട്ട് മാറുന്നുണ്ട്, പക്ഷെ വണ്ടി ആരോ വലിച്ചുകൊണ്ട് പോകുന്ന പോലെ തന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവാണ്. ആ വലിച്ചുകൊണ്ട് പോയ വണ്ടി താഴേക്ക് ചെന്നേച്ചൊരു കിടങ്ങ് പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ ചെന്ന് ഇടിച്ചിട്ട് വണ്ടി പൊങ്ങി മോളിൽ കയറി 2 കല്ലുകളെ തകർത്ത് വണ്ടി അപ്പുറത്തേക്ക് മറയേണ്ട വണ്ടി ഇങ്ങനെ പോയിട്ട് വണ്ടി ഇങ്ങനെ എടുത്ത് മറിച്ചിട്ടു. ഒരത്ഭുത ദൃശ്യമാണ്. നമുക്കത് റെക്കോർഡ് ചെയ്ത് നമ്മുടെ കയ്യിലില്ല, നമുക്ക് കാണിക്കാൻ പറ്റില്ല. കണ്ട വ്യക്തികൾ ബാക്കിലിരുന്നവർ മുഴുവൻ കണ്ടത്, അതായത് വണ്ടിക്ക് ബാക്കിലിരുന്നവർ. അത്രയും വലിയ അപകടം ഉണ്ടായ ഒരാൾ ഇങ്ങനെ ഇരിക്കും. 9-ാം തീയതി സംഭവിച്ച വണ്ടി ടോട്ടൽ ലോസ്. കുരിശിക്കൊന്നും സംഭവിച്ചില്ല. ഇതാ ഈ കാണുന്ന ഈ പോൾ ഇത്രയും എയർ ബാഗ് എല്ലാം ഓപ്പണായി. മക്കൾ വണ്ടിയിലുണ്ടായിരുന്നു, ഗുരുമയും വണ്ടിയിലുണ്ടായിരുന്നു. ഗുരുമയുടെ ഷോൾഡർ ബോണിന് ബ്രേക്ക് സംഭവിച്ചു, 2 എല്ലുകൾ ഇങ്ങനെ പോയി. അപ്പോൾ പുള്ളിക്കാരി ഗുരുമ വണ്ടിക്കകത്ത് തന്നെ വെച്ച് ബോധം നഷ്ടപ്പെട്ടിരുന്നു. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമില്ല, ഒരു ഓപ്പറേഷനും ഇല്ല, ഒരു ഇഞ്ചക്ഷൻ പോലും എടുത്തില്ല. അതാണ് അടുത്ത അത്ഭുതം. വണ്ടിയിൽ അത് കൂടാണ്ട് വേറെ 2 പേരോടെ ഉണ്ടായിരുന്നു. ഇന്നോവയാണല്ലോ. നമ്മുടെ ആശ്രമത്തിൽ നമ്മുടെ തന്നെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, അവരുടെ ഭാര്യ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈയുടെ ഇവിടുത്തെ ഒരു എല്ല് പൊട്ടി, ചേച്ചിയുടെ കണ്ണിൻ്റെ ഇവിടുത്തെ എല്ല് പൊട്ടി. ഒരു സീറ്റ് ബെൽറ്റ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു, ബാക്കിലിരുന്ന് ഉറങ്ങുക. എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ വണ്ടി മറയണത് അവിടുത്തെ എക്സൈസ് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ്. നമുക്ക് ഉടനെ തന്നെ അവിടെ നിന്ന് നമ്മുടെ വണ്ടിയും ഇവരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യത്തെ ഹോസ്പിറ്റലിൽ ചെന്ന് ബേസിക് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ വേണം, ഇതിൻ്റെ ഉള്ളിൽ മറ്റേ റോഡ് ഇടേണ്ടി വരുന്നു. അവിടെ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മൂപ്പൻസിനാണ് പോയി. അവിടെ ചെന്നപ്പോൾ അവർ ഓപ്പറേഷനുള്ള എല്ലാ പ്ലാനിങ് ചെയ്തു. എൻ്റെ മനസ്സ് പറയണം ഓപ്പറേഷൻ ചെയ്യേണ്ടത്. പക്ഷേ വയനാട്ടിൽ നിന്ന് എറണാകുളം വരെ വരിക എന്ന് പറഞ്ഞ ദുർഘട യാത്രയാണ്. ഈ സാധനം ഇങ്ങനെ അനങ്ങാണ്ടിരിക്കില്ലല്ലോ, ആംബുലൻസിൽ കൊണ്ടുവരാനും പറ്റില്ല. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴേക്കും അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനൊക്കെ ചെയ്തു. വേറൊരു ഇന്നോവ അവിടെ നിന്ന് റെൻറ്റിനെടുത്ത് ആ വണ്ടിയിൽ സ്വസ്ഥമായിട്ട് നല്ല ഭംഗിയാക്കി കോഴിക്കോട് വരെ വന്നു. കോഴിക്കോട് നിന്ന് വന്ദേ ഭാരത് ട്രെയിനിൽ കയറ്റി എറണാകുളത്ത് കൊണ്ടുവന്നു. എറണാകുളത്ത് നിന്ന് ആശുപത്രിയിലെത്തി. അവിടെ ചെന്നപ്പോൾ സ്പെഷ്യൽ ഹോസ്പിറ്റലാണ്. ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു ഇത് ഓപ്പറേഷനൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല, ഓപ്പറേഷൻ ചെയ്യണ്ട, പക്ഷേ എല്ലുകൾ മാറിയിരിക്കുക. എന്തോ ദൈവാദിനം. അദ്ദേഹം പറഞ്ഞു ഇതൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടത് തന്നെ ശരിയാവും. അത് ഇങ്ങനെ ഒരു പ്രത്യേക പൊസിഷനിൽ വെച്ചിട്ട് അതിനെ ബെൽറ്റ് ഇട്ട് വെച്ചു. 10 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. ആ മുറിവ് കൂടി വരിക. ഒരു ഇഞ്ചക്ഷൻ പോലും എടുത്തില്ല. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ദുർശക്തി ആക്രമിക്കാൻ തന്നെ വന്നതാണ്. അല്ല, അവിടെ മറ്റൊരു ചോദ്യം എനിക്ക് ഉണ്ടായത് എന്ന് പറയുന്നത്, എനിക്കൊന്നൊരു സ്പിരിച്വൽ അവേഴ്സിൻ്റെ വേദിയിലാണ് ഗുരുജി തന്നെ, അതായത് എനിക്കൊന്ന് നിശാന്ത് ഉപ്പിൽ സാറും അപ്പുറത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് പറഞ്ഞത്. വാസ്തുവിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഗുരുജി തന്നെ പറഞ്ഞു, ഗുരുജിയുടെ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാസ്തുവിൻ്റെയും ആവശ്യമില്ല, സ്വയം ഉയർന്നുകൊള്ളുമെന്ന് പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടിരുന്നു. പക്ഷേ അങ്ങനെയുള്ളൊരു തസ്മൈ ഗുരുജി എന്തിനാണ് ഇത്തരത്തിലൊരു ആശ്രമം കിട്ടുമ്പോൾ വാസ്തു പ്രകാരമായിട്ടുള്ള പൂജകൾ ചെയ്യുന്നത്? പറഞ്ഞുതരാം. ഞാൻ വാസ്തുവിൻ്റെ പ്രാധാന്യം നിങ്ങൾ ശരിക്കും അറിയണം. നമ്മൾ ഒരു വീട് വയ്ക്കുമ്പോൾ വാസ്തു, എന്നെ സംബന്ധിച്ച് എനിക്ക് വാസ്തുവിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന സത്യമാണ്. അതായത് ഞാൻ പഴയ കാലത്ത് ധ്യാനമൊന്നും ചെയ്യാത്ത വ്യക്തിയാണ് അല്ലേ. ഞാൻ താമസിക്കുന്ന വീട് ഈ വാസ്തു നോക്കി ഉണ്ടാക്കിയേക്കണതാണ്, പക്ഷേ വാസ്തുവിന് പ്രാധാന്യം ഇല്ല എന്ന് കൂട്ടിക്കോ. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിന് എലിവേറ്റ് ചെയ്യപ്പെട്ട ഒരാളായതുകൊണ്ട് എന്നെ വാസ്തു ബാധിക്കുന്നില്ല എന്ന് പറയുന്ന സത്യം തന്നെയാണ്.
പക്ഷേ വാസ്തുവിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പറഞ്ഞുതരാം. ഞാൻ അതിന് ചെയ്യാൻ കാരണം ഇതാണ്. ഞാൻ എല്ലാത്തിനും പ്രാധാന്യമുണ്ട്, എല്ലാത്തിനും പ്രാധാന്യം ഉണ്ടെന്ന് തന്നെ പറഞ്ഞ ആളാണ്. പക്ഷേ വാസ്തു നമ്മളെ ബാധിക്കില്ല എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്, വാസ്തു എല്ലാവരെയും ബാധിക്കും എന്ന് പറയുന്നതിന് മറ്റൊരു കാരണമുണ്ട്. നമുക്കറിയാം, നമ്മളൊരു സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പെർമിഷൻ, അതേപോലെ ആധാരം എഴുതി കടലാസുപരമായിട്ടുള്ള എല്ലാ വർക്കും ചെയ്യും. സത്യത്തിൽ ഈ ഭൂമി ആരുടേതാണ്? ഭൂമി മാതാവിൻ്റെയാണ്, അല്ലേ? അതിനകത്ത് വാസ്തു ഭഗവാന് ഒരു പ്രാധാന്യമുണ്ട്. അതിനകത്ത് ഗണപതിയുണ്ട്, സരസ്വതിയുണ്ട്, ലക്ഷ്മിയുണ്ട്, പിന്നെ മറ്റ് ദേവീ ദേവന്മാരുണ്ട്, അനേകം ഭൂതഗണങ്ങളുണ്ട്. ഇവർക്കൊക്കെ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നമ്മൾ മാത്രമേ ഒരു വാസസ്ഥലം കെട്ടുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഇത്രമാത്രം ദുർവിനിയോഗം ചെയ്യുന്നത്. മറ്റ് ജീവജാലങ്ങളെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കേണ്ട, അവരൊന്നും ഒന്നിനെയും നശിപ്പിച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പം നമ്മുടെ വാസരീതി വ്യത്യസ്തമായതുകൊണ്ട് നമ്മൾ അതിനെ ഒരു പ്രത്യേക ചുറ്റളവിൽ അതിനെ ഒരു രേഖപ്പെടുത്തി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള കുറ്റിയടി എന്നാണ്. കുറ്റിയടി എന്ന് പറഞ്ഞൊരു വാക്ക് നോർമൽ, അതായത് ഈ കണക്കൊപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മുകളിലേക്ക് പണിത് മോന്തായം എത്തുമ്പോൾ കണക്കില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എത്തൂല. അപ്പോൾ കണക്കൊപ്പിക്കാൻ വേണ്ടി ചെയ്യണം അതൊരു ചെറിയ പരിപാടിയാണ് കുറ്റിയടി. ശരിക്കും കന്നിമൂലയിലാണ് ഈ പറയുന്ന കുറ്റിയടിക്കുന്നത്. അവിടെ നിന്ന് കണക്ക് പ്രകാരം ഈ സാധനം വലിച്ച് എല്ലാം കവർ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് വാസ്തു ഭഗവാന്റെ പൊക്കിൽ കുടി നിർണയം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ പൊക്കിൽ കുടിയിലാണ് ശംഖ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ശംഖ് ശിലാസ്ഥാപനം എന്ന് പറയാൻ പറ്റില്ല, ശംഖ് സ്ഥാപനം എന്നേ പറയാൻ പറ്റുള്ളൂ. അതൊരു മരത്തിൻ്റെ ഒരു പ്രത്യേക ശിവലിംഗം പോലെ ഇരിക്കുന്ന ഒരു വസ്തുവാണ്. അത് ആ നാഭി കണ്ടുപിടിക്കണം. ആ നാഭി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബ്രെയിൻ വേണം. വാസ്തു ഭഗവാന്റെ നമുക്ക് എവിടെയാണ് കിടക്കണമെന്ന് നമുക്കറിയില്ല. കണക്കെടുത്ത് നമ്മൾ വലിച്ചു വരുമ്പോൾ കറക്റ്റായിട്ട് ആ നാഭി കിട്ടണം. നാഭിയുടെ സ്ഥാനത്ത് ജനനേന്ദ്രിയത്തിലോ ആസനത്തിലോ പോയാൽ കുറ്റിയടിച്ചാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് പിന്നെ വീട്ടിൽ മനസ്സമാനായിട്ട് കിടക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അത് ആരും കണ്ടുപിടിക്കലില്ല. നാഭി കണ്ടുപിടിച്ചാൽ മാത്രമേ ആ വാസ്തുവിൻ്റെ എനർജി ശരിയായ രീതിയിൽ വരുള്ളൂ.